കാർഷിക വാർത്തകൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം സ്തംഭിച്ചത് വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കും. ഏലം ഉൽപാദന മേഖല ആശങ്കയിൽ. ഹോളി അടുത്തതോടെ തേയില ഡിമാൻഡ് ഉയരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ഉൽപാദനം സ്തംഭിച്ചത് വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലിലാണ് വിപണി വൃത്തങ്ങളും ഉൽപാദകരും. ടയർ വ്യവസായികളിൽ നിന്നുള്ള പിന്തുണ ഓഫ് സീസണിലും ഉറപ്പുവരുത്താനാവാത്തത് കുതിച്ചുചാട്ടത്തിന് തിരിച്ചടിയായി. നോയമ്പ് കാലമായതിനാൽ ഇന്തോനേഷ്യ, മലേഷ്യൻ റബ്ബർ ടാപ്പിംഗ് നിലച്ചു. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലൻഡിലും ടാപ്പിംഗ് തടസ്സപ്പെട്ടെങ്കിലും റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് തിരിച്ചടിയായി. വരണ്ട കാലാവസ്ഥയിൽ കേരളത്തിൽ റബ്ബർ മരങ്ങളിൽ ഇലപ്പൊഴിച്ചിൽ വ്യാപകമായതോടെ കർഷകർ ടാപ്പിംഗ് നിർത്തിവെച്ചു. 4ാം ഗ്രേഡ് റബ്ബർ 19,200 രൂപ. നെടുങ്കണ്ടത്ത് നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണയിലും മികച്ച ഇനങ്ങൾക്ക് നിർണായകമായ 3,000 രൂപയ്ക്ക് മുകളിൽ ഇടം പിടിക്കാൻ ഏറെ ക്ലേശിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 3,007 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,813 രൂപയിലും ഇടപാടുകൾ നടന്നു. മൊത്തം 38,920 കിലോ ഏലക്ക ലേലത്തിലെത്തിയതിൽ 36,018 കിലോ കൈമാറ്റം നടന്നു. അന്തരീക്ഷ താപനില ഉയർന്ന തലത്തിൽ നീങ്ങുന്നത് ഉൽപാദന മേഖലയിൽ ആശങ്ക പരത്തുന്നു. ഹോളി അടുത്തതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേയിലയ്ക്ക് ഡിമാൻഡ്. അവർ ദക്ഷിണേന്ത്യൻ തേയില ലേലത്തിൽ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചത് വില മെച്ചപ്പെടുത്തി. വിദേശത്തു നിന്നും ഉൽപ്പന്നത്തിന് ആവശ്യക്കാരെത്തിയത് കൊച്ചി ലേല കേന്ദ്രത്തിൽ ഇല, പൊടി തേയിലകൾക്ക് കടുപ്പം കൂട്ടി. പശ്ചിമേഷ്യയിൽ നിന്നും CIS രാജ്യങ്ങളിൽ നിന്നും ചരക്കിന് ആവശ്യക്കാരുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയുടെ അധിക തീരുവയിലും ചൈനയെ കൈവിടാതെ US കർഷകർ. അമേരിക്കൻ കാർഷിക കയറ്റുമതിയുടെ മുൻനിര വിപണിയായി ചൈന തുടരുന്നു. സോയാബീൻ, ചോളം മുതൽ പാൽ, ബീഫ് വരെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 15% വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 ചൈന $29.25 ബില്യൺ മൂല്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 14% കുറവാണിത്. അതേസമയം 2023 20% കുറവുണ്ടായിട്ടുണ്ട്. 2018 മുതൽ ചൈന കാർഷിക ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുകയും ബ്രസീലിന്റെ നേതൃത്വത്തിലുള്ള വിതരണക്കാരിൽ നിന്നുള്ള വാങ്ങലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യസുരക്ഷയ്ക്കായി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ കർഷകരുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി ചൈന തന്നെയാണ്. കുറഞ്ഞുവരുന്ന ചൈനീസ് ഡിമാൻഡ് നികത്താൻ മറ്റു വിപണികൾ തേടുമ്പോഴും US കർഷകരും വ്യാപാരികളും ചൈനയെ മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്ത വിപണിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത തേങ്ങയിടൽ യന്ത്രമായി കൊക്കോ ബോട്ട്. കോഴിക്കോട് നിന്നുള്ള ഒരുപറ്റം യുവാക്കളാണ് AI ഉപയോഗിച്ചുള്ള തേങ്ങയിടൽ യന്ത്രം വികസിപ്പിച്ചിരിക്കുന്നത്. ആഷിൻ കൃഷ്ണയും 3 സുഹൃത്തുക്കളും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കൊക്കോ ബോട്ട എന്ന തേങ്ങയിടൽ യന്ത്രം സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത തേങ്ങയിടൽ യന്ത്രമാണ്. പുതിയ AI തേങ്ങയിടൽ യന്ത്രം ഇതിനോടകം ജനപ്രിയ പാരച്യൂട്ട് ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മാരിക്കോ ലിമിറ്റഡ് പോലുള്ള ചില പ്രധാന കമ്പനികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കൊക്കോ ബോട്ട വിപണിയിലെ മറ്റ് തെങ്ങുകയറ്റ റോബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇത് ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. പരിശീലനം ലഭിച്ച തെങ്ങുകയറ്റക്കാരുടെ ക്ഷാമം സംസ്ഥാനത്തെ നാളികേര കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ്. നാളികേര വികസന ബോർഡിന്റെ ഡാറ്റാബേസ് അനുസരിച്ച് 12 വർഷത്തിനിടെ ഏകദേശം 32,925 പേർക്കാണ് തെങ്ങുകയറ്റത്തിൽ പരിശീലനം നൽകിയത്. ഇതിൽ 673 പേർ മാത്രമാണ് നിലവിൽ ഫീൽഡിലുള്ളത്. ഇത്തരം ആശങ്കകൾ വൈകാതെ തന്നെ പഴയ കാര്യമായി മാറാം. 1 വർഷത്തോളം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം 2021 ഒരു പ്രോട്ടോടൈപ്പ് പുറത്തിറക്കുകയായിരുന്നു ആൾട്ടർസേജ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും CEOയുമായ ആഷിൻ P. കൃഷ്ണ. 2023 കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ആശയം അവതരിപ്പിച്ചതിന് പിന്നാലെ ഫണ്ട് ലഭിച്ചു. അതേ വർഷം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച 36 മണിക്കൂർ ഹാക്കത്തൺ വൈകയിൽ ഈ ആശയം കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരണം കുറച്ചതോടെ കൊക്കോ വിപണിയിൽ ഇടിവ്. സമീപഭാവിയിൽ ആഗോള ചോക്ലേറ്റ് കമ്പനികൾ ഇന്ത്യൻ കൊക്കോ വിപണിയിൽ സജീവമായിരിക്കുമെന്നും വിലയിരുത്തൽ. ഒരാഴ്ചക്കിടെ കൊക്കോ വിലയിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. 660 രൂപയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ 580, 590 രൂപയ്ക്കാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. 130 രൂപയുണ്ടായിരുന്ന പച്ച കൊക്കോ വില 100, 110 രൂപയുമായി. ചോക്ലേറ്റ് കമ്പനികളുടെയും ഇടനിലക്കാരുടെയും ഇടപെടലാണ് ഉൽപാദനം കുറഞ്ഞു നിൽക്കുന്ന സമയത്തും കൊക്കോ വില ഇടിയാൻ കാരണമായത്. 2024 മെയ്യിലാണ് കൊക്കോ വില റെക്കോർഡ് ഇടുന്നത്. അന്ന് 1000, 1100 രൂപ വരെ ഉണങ്ങിയ കൊക്കോയ്ക്ക് ലഭിച്ചിരുന്നു. പച്ച കൊക്കോയ്ക്ക് 270 രൂപയും വിലയുണ്ടായിരുന്നു. അതേസമയം ആഫ്രിക്കയിൽ നിന്ന് കൊക്കോ ഇറക്കുമതിയിൽ വലിയ കുറവ് വന്നതോടെ തെക്കേ ഇന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് കാഡ്ബറി ചോക്ലേറ്റിന്റെ നിർമ്മാതാക്കളായ മൊണ്ടലേസ് ഇന്റർനാഷണൽ. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി വിലയിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിന് പ്രതീക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ.
സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയുമായി സഹകരിച്ച് കൊക്കോ തൈകൾ ലഭ്യമാക്കാനുള്ള ധാരണയിലെത്തിയിരിക്കുകയാണ് മോണ്ടലൈസ് ഇന്ത്യ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രതിവർഷം 75,000 ടൺ കൊക്കോ മോണ്ടലൈസിന് ആവശ്യമുണ്ടെങ്കിലും 10,000 ടൺ കൊക്കോ മാത്രമാണ് കമ്പനിക്ക് രാജ്യത്തുനിന്ന് ലഭിക്കുന്നത്. കൂടാതെ നെസ്ലയും നിരവധി ആഭ്യന്തര ചോക്ലേറ്റ് കമ്പനികളും കൊക്കോ വാങ്ങുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടിസ്ഥാന താങ്ങുവില കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് കർഷകർ. പാൽ, പഴങ്ങൾ, പച്ചക്കറികൾ കൂടി പരിഗണിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാൽ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയ്ക്കു കൂടി അടിസ്ഥാന താങ്ങുവില ഉറപ്പാക്കണമെന്നാണ് കർഷക സംഘങ്ങളുടെ ആവശ്യം. നിലവിൽ 22 വിളകൾക്കാണ് കേന്ദ്രം അടിസ്ഥാന താങ്ങുവില നൽകി വരുന്നത്. കൂടാതെ കരിമ്പിന് ആദായകരമായ വിലയും എല്ലാ വർഷവും നിശ്ചയിക്കുന്നുണ്ട്. പഞ്ചസാര മില്ലുകൾക്ക് മാത്രമേ ആദായകരമായ വില നിർബന്ധമുള്ളൂ. ശർക്കരയടക്കമുള്ള മറ്റു ഉൽപാദകർക്ക് ഇത് ബാധകമല്ല. രാജ്യത്ത് പല സ്ഥലങ്ങളിലും പാൽവില വളരെ കുറവാണ്. കന്നുകാലികൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതും വിളകൾ നശിപ്പിക്കുന്നതും കുറയ്ക്കാൻ പാൽവില ഉറപ്പാക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് കർഷകരുടെ പക്ഷം. മാണ്ടികളിലെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഉൽപാദന വിലയേക്കാൾ താഴെയാകരുതെന്നാണ് ദി ഡബ്ലിംഗ് ഫാർമേഴ്സ് ഇൻകം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 189, ലാറ്റക്സ് 135, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 68,000, കുരുമുളക് അൺഗാർബിൾ 66,000, ഏലക്ക 2700 മുതൽ 2750 വരെ, വെളിച്ചെണ്ണ 22,700, കൊപ്ര 17,300, ചുക്ക് 22,500.